CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന് വോട്ട് അഭ്യർത്ഥിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ LDF ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റാലി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന് വോട്ട് അഭ്യർത്ഥിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സമാധാന ജീവിതം ഇല്ലാതാക്കി സംസ്ഥാനത്തെ അസമാധാനത്തിന്റെ അരാജക വാഴ്ചയുടെ അവസ്ഥയിലേക്ക് എത്തിച്ച പിണറായി ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ വിജയത്ത് ഈ തെരഞ്ഞെടുപ്പുണ്ടാകും. ജനവികാരത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ട ഹരിഗോവിന്ദൻ ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ സാമാന്യങ്ങളുടെ വലിയ പിന്തുണയുണ്ടാകും എന്ന ആശയത്തോടുകൂടി ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമായി യാത്രയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് മാറി നിൽക്കാൻ പറ്റില്ല. അവസാന ശ്വാസം വിലക്കുന്നത് വരെ കോൺഗ്രസിന് വേണ്ടി UDFിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരോടൊപ്പം ചേർന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 40ഓളം നിയോജകമണ്ഡലത്തിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായത്. മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കിയ സർക്കാരാണിതെന്നും ഇതിനെതിരായ ജനവിധി ഉണ്ടാകുമെന്നും VM സുധീരൻ പറഞ്ഞു. മദ്യത്തിന്റെ വ്യാപനം, മദ്യത്തിന്റെ ഉപയോഗം, ലഭ്യത കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യം പോലെ തന്നെ ആവൽക്കരമാണ് മയക്കുമരുന്ന്. കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമായിരിക്കുന്നു. അതിന്റെ വ്യാപനം തടയുന്നതിനും നടപടി സ്വീകരിക്കും. ഇങ്ങനെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയവർ എന്താ ചെയ്തത്? കേരളത്തെ മദ്യവൽക്കരിച്ചു. ഈ ഉറപ്പ് നൽകുമ്പോൾ എന്താ സ്ഥിതി? കേരളത്തിൽ കേവലം 29 ബാറുകൾ മാത്രമായിരുന്നു. 20,000-ത്തിലധികം കടന്നിരിക്കുന്നു. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വർദ്ധിക്കുമെന്നായിരുന്നു വാദഗതി. ഇപ്പം മദ്യം വ്യാപിച്ചു, മയക്കുമരുന്നും വ്യാപകമായി. ഒരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്നു. കോഴിക്കോട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്നിന്റെ കരിയറായി പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടേക്കാണ് പോകുന്നത്. നമ്മുടെ തലമുറകളെ സർവനാശത്തിലേക്കാണ് പിണറായി സർക്കാർ നയിക്കുന്നത്. രാജ്യവ്യാപകമായി സമാധാനം ഇല്ലാതാക്കുന്ന ഭരണകൂടം അരാജകമായ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നു. UDF മണ്ഡലം ചെയർമാൻ T. ഹരിശങ്കർ സ്വാഗതം പറഞ്ഞു. P. അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദൻ, AICC നിരീക്ഷകൻ ചന്ദ്രൻ യാദവ്, VC കബീർ, PA തങ്ങൾ, C. സംഗീത, ലക്ഷ്മി R. ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ LDF ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റാലി ഉദ്ഘാടനം ചെയ്തു.
വർണ്ണശബളമായ റാലിയോടെയാണ് പരിപാടി തുടങ്ങിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന പരിപാടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റാലി ഉദ്ഘാടനം ചെയ്തു. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്ന് വിജയരാഘവൻ പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ അപകടം നിറഞ്ഞ കാലത്ത് ദുർബലനായ മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നിടത്ത്, പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ടവന് ജീവിതം കൊട്ടിയടക്കപ്പെടുന്നിടത്ത് ഇല്ല, പാവങ്ങൾക്ക് ഒരു കരുതൽ നൽകാൻ കഴിയും. ഈ ആഗോളവൽക്കരണ കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേന്ദ്രാവഗണന നടക്കുമ്പോൾ, നമ്മുടെ നാടിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുമ്പോൾ, ഗവർണർമാരെ കൊണ്ടുവന്ന് നാടിന്റെ വളർച്ചക്ക് തടസ്സമുണ്ടാക്കുമ്പോൾ, ഇതിന്റെ മുകളിലും ഇച്ഛാശക്തിയുടെ കരുത്തുണ്ടെങ്കിൽ ഇതിനെ തോൽപ്പിച്ച് ദുർബലിനെ സംരക്ഷിക്കാം എന്ന് തെളിയിച്ച ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ മലയാളിയും കരുത്തോടുകൂടി ഇരുന്നുകൊണ്ട് ഇന്ന് വരെ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ആ മഹാപോരാട്ടത്തിൽ സഖാവ് P. മമ്മിക്കുട്ടി അരിവാൾ ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ ഇവിടെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണയും പാലക്കാട്ടിന്റെ ഓർമ്മ ശരിയാക്കിയ ഏറ്റവും മികച്ച ഭൂരിപക്ഷങ്ങളിലൊന്നാണ് സഖാവ് മമ്മിക്കുട്ടിക്ക്. ഇത്തവണ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഷൊർണൂരിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കാണ് എന്ന് ഉറപ്പാക്കുന്ന ജനവിധി ഉണ്ടാക്കാൻ EMSനെ തെരഞ്ഞെടുത്ത ഈ മണ്ണ് തയ്യാറാകുമെന്നുള്ള വിശ്വാസം അടയാളപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ MM നാരായണൻ, ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, KB സുഭാഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് സവിശേഷമായ ഒരു ആഘോഷമാണ്. ദുഃഖവെള്ളിക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഇത് അടയാളപ്പെടുത്തുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോവുകയും വിരുന്നൊരുക്കുകയും ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്യും. ഒരു ആഘോഷം എന്നതിലുപരി ഈസ്റ്റർ ക്രൈസ്തവ സമൂഹത്തിനുള്ള ഓർമ്മപ്പെടുത്തലായാണ് കണക്കാക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ആത്മീയമായ ചടങ്ങുകൾക്കൊപ്പം തന്നെ സാമൂഹികമായ ഒത്തുചേരലുകളും ഈസ്റ്ററിന്റെ സവിശേഷതയാണ്. ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒത്തുചേർന്ന് നടത്തുന്ന സ്നേഹവിരുന്നുകൾ കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക് CCN. മപ്പാട്ടുകര മുതുകുറിശി തൂതപ്പുഴയിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എളാട് ചെക്ക് ഡാമിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് അത്തിക്കലിൽ താമസിക്കുന്ന ആലിപ്പറമ്പിൽ റഫീഖിന്റെ മകൻ 19-കാരൻ മുഹമ്മദ് റസീനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കൂട്ടുകാരോടൊത്ത് റസീൻ എളാട് തടയണയിൽ കുളിക്കാനിറങ്ങിയത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ കോളേജിലെ CA വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട റസീൻ. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിലെ 2025-26 അധ്യയന വർഷത്തെ കിൻഡർ ഗാർഡൻ ബിരുദദാന ചടങ്ങ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങ് പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സുമേഷ് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ തന്നെ ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്ത് നോക്കുകയാണ്. ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ അവർക്ക് കയറാനുണ്ട്, ഒരുപാട് പടികൾ കയറാനുണ്ട്, അവർ ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. അതിൽ തന്നെ ആ സ്റ്റെപ്പുകൾ കയറുമ്പോൾ തന്നെ ഒറ്റ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവല്ല, അതിന് ഒരുപാട് പിരിവുകളുണ്ടാവും. ആ പിരിവുകൾ അവന്റെ കഴിവുകൾ നോക്കിയിട്ട് എങ്ങോട്ട് തിരിയണോ എന്നുള്ളത് നമ്മൾ ഒരു കാരണവശാലും അവരെ
പ്രസ് ചെയ്തിട്ട്, അല്ലാതെ അവരെ ടൈറ്റ് ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് കയറി പോകണമെന്ന് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർ പോകണമെന്ന് വിചാരിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് അവരെ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടെ കയറാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഉയരത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും എന്നെ ഇവിടെ ഇങ്ങനെയൊരു ചടങ്ങിന് ക്ഷണിച്ച പ്രത്യേകിച്ച് സുനിൽ സാറിനോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും എല്ലാം എന്നെ കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു വേദി പങ്കിടാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ 4 വർത്താനം പറയാനായിട്ട് സാധിച്ചാലും ഞാൻ ഒരുപാട് നിങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് PM ശ്രീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിൻഡർ ഗാർഡൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ AEO KT കുഞ്ഞി മുഹമ്മദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത് കുട്ടികൾക്ക് പ്രോത്സാഹനമേകി. സംസ്ഥാന തലത്തിൽ നടന്ന അബാക്കസ് ടാലന്റ് സെർച്ച് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത്, PTA പ്രസിഡന്റ് M വിനോദ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ നടന്നത്. CCN പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് വിവരം. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 7, 8 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. CCN ചെർപ്പുളശ്ശേരി. ലോകശാന്തി ലക്ഷ്യമിട്ട് അപൂർവമായ അയുധ ചണ്ഡിക മഹായാഗത്തിന് മലപ്പുറം മഞ്ചേരിയിൽ ഭക്തി നിർഭരമായ തുടക്കം. ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കർമ്മത്തിന് കേരളം വേദിയാകുന്നത്. ഏപ്രിൽ 10 വരെ നീണ്ടു നിൽക്കുന്ന യാഗത്തിന് മഞ്ചേരിയിലെ VK പാലസ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ മാർക്കണ്ഡേയപുരിയാണ് പ്രധാന വേദി. ഞായറാഴ്ച രാവിലെ സൂര്യകാലടി തന്ത്രി ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് യോഗിനി ശ്രീ ജയാംബ വിദ്യാംബ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആചാര്യവരണം, സ്ഥാനിക വരണം എന്നീ ചടങ്ങുകളും ഉച്ചയ്ക്ക് 2 മണിയോടെ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാശ്രീചക്ര പൂജയും നടക്കും. CCN മലപ്പുറം. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പൂർണ്ണതയിൽ തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് പരിസമാപ്തി. 11 ദിനരാത്രങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുമാധാംകുന്നിലെത്തിയത്. അനുബന്ധ പൂരം എഴുന്നള്ളത്തുകളോടെയാണ് 11ാം പൂരം കൊടിയിറങ്ങിയത്. ഗജവീരന്മാരും നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും കോമരങ്ങളും ആഘോഷത്തിന് അണിനിരന്നു. അനുബന്ധ പൂരം എഴുന്നള്ളത്തുകളോടെയാണ് 11ാം പൂരം കൊടിയിറങ്ങിയത്. കീഴേടം വേട്ടേക്കരൻ കാവിൽ നിന്നും റാവറമണ്ണ ശിവക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടും മേളത്തോടും കൂടി മുതുവറ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ എഴുന്നള്ളത്തുകൾ സംഗമിച്ച് ഇവിടെ നിന്ന് തളി ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് തിരുമാധാംകുന്ന് ക്ഷേത്രത്തിലേക്കും പഞ്ചവാദ്യത്തോടെ കൂട്ടിയെഴുന്നള്ളത്ത് നടന്നു. ഇതേസമയം വടക്കേ നടയിൽ പൂതങ്ങളും ആണ്ടിപ്പൂതങ്ങളും ഭഗവതിയെ കുമ്പിട്ടു മടങ്ങി. ദേവസ്വം പ്രതിനിധി മലയൻകുട്ടിയുമായി ആചാരപ്രകാരം പൂരപ്പറമ്പിൽ പുലർച്ചെ കൂടിക്കാഴ്ച നടത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പൂരത്തിന് സമാപനമായി. CCN പെരിന്തൽമണ്ണ. കോതകുരിശി ചേറമ്പറ്റ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറി. തന്ത്രി പനാവൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികനായി. തുടർന്ന് കളംപാട്ടിനും കൂറയിട്ടു. പൂരം ഏപ്രിൽ 8-ന് ആഘോഷിക്കും.
കൊടിയേറ്റത്തിനു ശേഷം നൃത്തപരിപാടിയും ആറാട്ടെഴുന്നള്ളത്തും കളംപാട്ടുമുണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിൽ താന്ത്രിക ക്രിയകളും പറയെടുപ്പും ധാരികവധം പാട്ടും കളംപാട്ടും കലാപരിപാടികളും ഉണ്ടാകും. ഏപ്രിൽ 1 പ്രസിദ്ധമായ ചേറമ്പറ്റ പൂരം. ചളവറ, പുലിയാനംകുന്ന്, കുറ്റിക്കോട്, തരുവക്കോണം, പാവുക്കോണം, അനങ്ങനടി, തൃക്കടീരി, പത്തംകുളം, പാലക്കോട് ദേശങ്ങളിൽ നിന്നായി 40ഓളം ആനകൾ പൂരത്തിനെത്തും. ഇടക്കാള കോലങ്ങളും പാലക്കോട് മുതലിയാർ തെരുവിൽ നിന്നുള്ള അലങ്കാര തേരും സംഗമിക്കും. CCN ചെറുപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. ഷൊർണൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി P. ഹരിഗോവിന്ദന് വോട്ട് അഭ്യർത്ഥിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സുധീരൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരിയിൽ LDF ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ റാലി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.